ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ കുറെ നാളെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് ഞങ്ങളെ എന്ത് കറി ഉണ്ടാക്കണം? സോയാബീനോ? പക്ഷെ സോയാബീൻ കുറച്ചു നേരം വെള്ളത്തിൽ കുറെ നേരം വെക്കണ്ടേ? നമുക്ക് പനീർ ഉണ്ടാക്കാം ഗൈസ്. ഇന്ന് ഞങ്ങൾ ഒന്നെങ്കിൽ സോയാബീൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പനീർ ഉണ്ടാക്കും. ഇതുവരെ ഫിക്സ് ആക്കിയിട്ടുള്ള എന്ത് ഉണ്ടാക്കണമെന്ന്. അപ്പൊ ഞങ്ങൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഓൾമാർട്ടിലാണോ മോറിലാണോ പോണ്ടേ? മോറ്. അപ്പൊ ഞങ്ങള് അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മള് മോറിലോട്ട് പോകുവാണ്. അതന്നെ. അപ്പൊ അങ്ങോട്ട് പോവാണ്. പോയി സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്തടി ഇങ്ങനെ അതെ അതെ. അപ്പൊ ഞങ്ങള് നേരെ മോറിലോട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. ഞങ്ങളുടെ കുക്കിംഗ് ഞങ്ങൾ പിച്ച വെച്ച് പഠിച്ചു വരുവാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ അതെ അതില് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിച്ച് പറഞ്ഞു തന്നെ അല്ലേ. നമ്മളൊരു ഇട റൂട്ട് വഴി കൂടെയാണ് പോയത്. നമ്മൾ നേരെ പോയില്ല. നേരെ പോകുമ്പോൾ പിന്നെ ഒന്നും കൂടെ കറങ്ങണം. അപ്പോൾ ഇട റൂട്ട് വഴി പോകുമ്പോൾ നമ്മൾ നേരെ എത്തും. അവിടെയാണ് ഒടുക്കത്തെ വേസ്റ്റാണ്. ഭയങ്കര ഇങ്ങനെ കുന്നു കൂടി വേസ്റ്റ് എല്ലിയൊക്കെ കിടന്ന് ഓടുമായിരുന്നു. പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി നമ്മൾ ആ വഴിയെ പോയാൽ ഞങ്ങൾ പോണ വഴി അവിടെ കുറേ ഇങ്ങനെ പഴുത്ത മാങ്ങയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. വാങ്ങിക്കാൻ വന്ന സാധനത്തിന്റെ അടുത്തേ അല്ല ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഐസക്ക് ഷാമ്പു വേണമെന്നാണ് ഈ സെക്ഷൻ ഫുള്ള് ചിക്കനാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് വെജ് നോക്കാം. തീരെ നമുക്ക് വേണ്ട സാധനം അവിടെ കൈ എടുക്കുക. അവിടെ ഇരിക്കേണ്ടത് നമുക്ക് ആവശ്യമില്ല. അത് ബോയ്സും ഗേൾസും ബോയ്സ് ഗേൾസ് മാറ്റി പിങ്ക് എഡിഷൻ ബ്ലൂ എഡിഷൻ. കാരണം ഇത് റേസിസ് അല്ലെ ഗേ ആയിട്ട് എന്തോ എടുക്കുമായല്ലോ. അപ്പൊ ഇത് ബോയ്സിന്റെ ഇത് ഗേൾസിന്റെ 50 രൂപയ്ക്ക് 60 നമ്മൾ നിർത്തുവാ. വാ അടുത്ത നോക്കാം. കരിപ്പിടിച്ച് തത്തമ്മ ഞാൻ ഇട് അവള് ഓരോ പെണ്ണുങ്ങളില്ലേ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? ഇത് ഇപ്പൊ ആൾക്കാർക്ക് ചിരിക്കാനുള്ളതായി. എടി ഈ സമയത്ത് മീനിങ് അറിയാണ്ടോ ഓരോരുത്തർ ഓരോ പെണ്ണുങ്ങൾ സ്ലോ മോഷൻ വീഡിയോ പാട്ടിടൂ. ബോഡി സൺസ്ക്രീൻ എടുത്ത് മുഖത്തിന്റെ ബോഡിയിലുള്ളതല്ലേ ഇന്നലെ വരുമ്പോ കാണാം. അവളെ മുഖം ഗൈസ്. അതെ ഇതെങ്ങനെ അണ്ണാ ഭാവി കേപ്പിന് നല്ല ഭാവി കാണുന്നുണ്ട് ഞാൻ. ഗായ്സ്, അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ പോയിട്ട് കുക്കിംഗ് ആണ് ഗായ്സ്. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം അത്രയും നടന്ന് തിരിച്ചു വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ ഒരു കടയിൽ കയറി. നമ്മുടെ അവിടെ സ്ട്രീറ്റിൽ തന്നെ കയറി നമ്മളൊരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചായിരുന്നു. ഞാനും KP-യാണ് വാങ്ങിച്ചത്. ആയിഷയ്ക്ക് വേണ്ടായിരുന്നു. അവൾ ഉച്ചയ്ക്ക് വാങ്ങിച്ചത് മിച്ചിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ വാങ്ങിച്ചില്ല. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഇറങ്ങി. അപ്പോൾ ആയിഷയുടെ റൂമിലേക്കും പോയി, ഞങ്ങളുടെ റൂമിലേക്കും പോയി. ഞങ്ങൾ കുക്കിംഗ് ചെയ്യാന്നുള്ള പ്ലാനിൽ തന്നെയാണ് പോയത്. ബട്ട് ദി തിങ്ക് ഈസ് നമ്മൾ നല്ല വിശപ്പുണ്ടായിരുന്നപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഒരെണ്ണേ വാങ്ങിച്ചോളാം. നമ്മൾ രണ്ടുപേരും കൂടെ കഴിച്ചത്. പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ വയറ് നല്ല ഫുള്ളായി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, സോയാബീൻ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് നാളെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ സോയാബീൻ എടുത്തിട്ട്
വെള്ളത്തിൽ കുറച്ച് സോയാബീൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച്. കാരണം 2 പേരുടെയും വയറ് ഫുള്ളായി. പിന്നെ കഴിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു സോഡ വാങ്ങിച്ചായിരുന്നു. അപ്പം നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സോഡ നാരങ്ങ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ KP പരിശ്രമിച്ച് നാരങ്ങ പിഴിയുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഗൈസ്, അവളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവൾ എന്തോ ഒരു നമ്മൾ വെള്ളടിക്ക് സെറ്റപ്പിന് ഒഴിക്കണ രീതിയിലാണ് അവൾ ഇരിക്കണം. പക്ഷെ അല്ല ഗൈസ്, ഇപ്പം ഞാൻ വിത്തൗട്ട് ഷുഗർ ആയതുകൊണ്ട് ഓൾക്കാണെങ്കിൽ ഇവിടെ ഞാൻ പഞ്ചസാര അലോഡ് ആക്കൂല. അതുകൊണ്ട് പിന്നെ അവളാണെങ്കിലും അത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്തുണ്ടെങ്കിലും ഉപ്പ്. ഞങ്ങളിപ്പം പുറത്താണെങ്കിൽ ഞങ്ങൾ സോഡ നാരങ്ങ ഉപ്പിട്ട് അതൊക്കെ ഉള്ളൂ. കാരണം ഞാൻ ഇപ്പോൾ 1 മാസത്തേക്ക് വിത്തൗട്ട് ഷുഗർ ആക്കിയിരിക്കുകയാണ്. അങ്ങനെ പിന്നെ രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വിശന്നു. കാരണം നമ്മൾ അപ്പം കഴിച്ചതല്ലേ. അപ്പം നമ്മൾ മക്രോണി ഉണ്ടാക്കി. എടി നീ നോറയുടെ ഇത് കാണിച്ചേ, നോറയുടെ അൻസിബയുടെ എനിക്കറിയില്ല, മാറിയിരുന്ന് കുറ്റം പറഞ്ഞു. പിന്നെ ആരിപ്പോ പറയാ സൂര്യഭഗവാൻ അത് ജാൻമണി സംസാരിക്കണോ ചേർത്തേക്ക് എന്ത് സംസാരിക്കേണ്ടത് നിനക്ക്? ജാൻമണി അങ്ങനൊന്നല്ല സംസാരിക്കേണ്ടി വരും. എഴുതിർത്തേ തിളച്ച അത്രേ ഉള്ളു. ഞാൻ പറഞ്ഞില്ലേ തുമ്മിനെയുള്ളു. പറ. എന്റെ പറയേണ്ടത് എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ എനിക്ക് ജീവിക്കണ്ട. കുറച്ചുകൂടെ ആവ് ജീവിക്കുന്ന നിന്റെ നാവ് കേടല്ലേ. ഞാൻ ഇവിടുന്ന് പോവാ. അവർക്ക് വേറെ കാണിക്കും. ഇപ്പൊ അല്ല ഇപ്പൊ നോറ ജാൻമണിയുടെ ഒരു ക്യാരക്ടറൊക്കെ ആവുന്നുണ്ടെന്ന് ഇങ്ങനെ ഒരു റൂമർ കേട്ട്. അത് എന്ത് ക്യാരക്ടറാ? ദൈവമേ, അവർക്ക് ഇതിനുള്ളത് കൊടുക്കണേ. അനോറയുടെ ഡയലോഗ് അതല്ലായിരുന്നു കേട്ടോ. നീ ഡയലോഗ് തെറ്റിച്ചാ പറഞ്ഞേ. ഞാൻ പറയാം, ഇതിനുള്ള നീ അനുഭവിക്കും. പറ. ഇതിനുള്ള നീ അനുഭവിക്കും. ബിസിനസ് ക്ലാസ്സിലാണ് ഞാൻ ബിസിനസ് ക്ലാസ്സിലാണ്. എടി അൻസിബിനെ പറ്റി 2-3 പറ. നിനക്ക് അൻസിബാന്ന് കേൾക്കുമ്പോ നിനക്ക് എന്താ നിനക്ക് പറയാനുള്ള? വേറെ ഋഷി ബാലൻ ഋഷി പപ്പറ്റാണ്. അൻഷിബ എന്ത് പറയുന്നു അതിനനുസരിച്ച് ഇങ്ങനെ ആടും. ജാസ്മിനെ പറ്റി പറ. ജാസ്മിൻ നല്ലതാണ്. അവളെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവള് ഭയങ്കര ഒറിജിനൽ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ്. അതിനെ പറ്റി എൻ്റെ ഒപ്പീനിയൻ, ആസ് എ ഗെയിമർ അവൾ അടിപൊളി ഗെയിമറാണ്. അവള് ആരൊക്കെ എത്രയൊക്കെ അവളെ വിമർശിച്ചാലും അവർക്കൊക്കെ വേണ്ടി അവസാനം നിൽക്കാൻ അവളെ ഉണ്ടാവത്തുള്ളൂ. അവളായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ബാക്കി എല്ലാവരും ഒരു മാസ്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അവളായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അവൾക്ക് എതിരെ വരുന്നത്. അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ പറയുന്ന എല്ലാവരും പെർഫെക്റ്റ് ആണ്. നിങ്ങളോടൊന്ന് ചോദിക്കും, നിങ്ങൾ ഇത്ര വലിയ പുണ്യാളന്മാരാ? നോ വൺ ഇസ് പെർഫെക്റ്റ്. ഞാനൊക്കെ അതിന്റെ അലമ്പാ. പുറകെ ഇരുന്ന് ചിരിക്കുന്ന ഇവളുണ്ടല്ലോ, അറിയോ? ൊന്നും ഒരു യോഗ്യത ഇല്ല. അത് സത്യാട്ടോ. ഇമാരൊക്കെ ഒന്നില്ലേലും അവൾ ഇത്രയും അടിപൊളിയായി ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ കയറി അവള് കളിക്കുന്നില്ലേ? ഈ കമന്റ് ഇടുന്നവന്മാര് കളിക്കുന്നുണ്ടാ? പറ്റുമോ അവന്മാര് കളിക്കണ്ട്? അവന്മാര് മാത്രല്ല അവളുമാരും കളി കുറച്ച് കൂടുതൽ കളിക്കാൻ. പാവപ്പെട്ട കൊച്ചിന് അവളെക്കാട്ടിലും അവളുടെ പേഴ്സണൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലനുഭവിച്ചേക്കാളും കൂടുതൽ ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പാവം. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് പോയിട്ട് കഴിക്കാം. നമ്മള് ഇവിടെ വന്നിട്ട് ഗൈസ്, അപ്പൊ നമ്മള് ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. സോയാബീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്.
നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ 1.5 വെള്ളത്തിലിട്ട് വെച്ചാണ്. എന്നാലും ജസ്റ്റ് നമുക്ക് ഒന്നും കൂടെ ചൂടുവെള്ളത്തിലിട്ടൊന്ന് ഇതാക്കിയെടുക്കാം. ഇന്നിവിടെ ചിക്കൻ ബിരിയാണിയാണ് ഗൈസ്. ബട്ട് ദി തിങ് ഈസ് ഞാൻ 1 മാസത്തേക്ക് സ്വന്തമായിട്ട് തോന്നി വെജിറ്റേറിയൻ ആയാലോ എന്ന്. അങ്ങനെ ഞാൻ 1 മാസത്തേക്ക് ഞാൻ വെജിറ്റേറിയനാണ്. അപ്പം ഇന്ന് അങ്ങനെ സോയാബീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. വെജ് ബിരിയാണി ഉണ്ട്, പക്ഷേ എനിക്ക് മഷ്റൂമൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സോയാബീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഒക്കെ വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി പാത്രത്തിലോട്ട് മറ്റേ അരിയണം. അങ്ങനെ പിന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട്. നമ്മൾ വെള്ളത്തിലിട്ടാണ് വെച്ചത്. എന്നാലും നമ്മൾ ചൂടുവെള്ളത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതാക്കി എടുക്കുവാണ്. അപ്പം നമുക്ക് സവോള അപ്പോൾ നമ്മൾ ഇവിടെ ഇടാൻ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കണം ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതൊക്കെയാണ് എടുത്ത് വെച്ചേക്കണം. അങ്ങനെ നമ്മളിവിടെ എടുത്തേക്കണ പച്ചക്കറി എന്ന് പറയുന്നത് തക്കാളി, സവോള, പിന്നെ നമ്മൾ മുളകില്ലേ, നമ്മൾ വലിയ മുളക് 2 എണ്ണം, അതാണ് എടുത്തേക്കണം. അപ്പോൾ നമ്മൾ ഈ അപ്പൂപ്പൻ്റെ വീഡിയോ നോക്കിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ല അപ്പൂപ്പൻ്റെ വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. അത് തിളച്ച് വരുമ്പോൾ കടുകിടണമായിരുന്നു ആക്ച്വലി. പക്ഷെ നമ്മൾ കടുകിടണം അപ്പോഴത്തെ ആ ഒരു ഇതിൽ നമ്മൾ മറന്നുപോയി കടുകിടാൻ. പിന്നെ ആ അപ്പൂപ്പൻ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് ഇട്ടത്, മിക്സിയിലിട്ട് അരച്ചതാണ്. നമുക്കിവിടെ പേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ നമ്മൾ വലിയ മുളക് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞുകുഞ്ഞ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നേരെ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ സവോള ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ സവോള ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്തിട്ട് നമ്മൾ നേരെ അതിൻ്റെ അകത്ത് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഇതാവും വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ കളറ് ചേഞ്ച് ആവും വരെ. പിന്നെ അതൊന്ന് വഴറ്റി സെറ്റായി വരുമ്പോൾ നമ്മൾ പിന്നെ പൊടികളിടും. അപ്പോൾ ആദ്യം ഇട്ടത് മല്ലിപ്പൊടിയാണ്. പിന്നെ നമ്മൾ തുമ്മിടി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് മുളകും പൊടി ഇടണം. ആക്ച്വലി ഞാൻ തുമ്പ് വെച്ചാണ് എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ 3ആയിട്ട് ഇട്ടാണ്. ആക്ച്വലി നല്ലൊരു ടീസ്പൂൺ ഇട്ടാൽ മതി മുളക് പൊടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗരം മസാലയാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സവോളയിലോട്ടൊക്കെ അതൊന്ന് എത്തുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റ് ആ ഒരു എല്ലായിടത്തും ആ ഒരു കളർ എത്തും വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ സോയാബീൻ, നമ്മുടെ മെയിൻ സാധനം നമ്മൾ ഇടാൻ സമയമായി. അങ്ങനെ നമ്മൾ അത് ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ സോയാബീൻ നമ്മുടെ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി ഫുള്ളോട്ടാവണമല്ലോ. അപ്പോൾ നമ്മളത് ആവും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് വേണ്ടത്രയും ആദ്യം ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്തിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി 1 എടുത്താൽ മതി, 1 തന്നെ ധാരാളം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെയും കുറച്ച്, കാരണം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോയി, നമ്മുടെ മിക്സൽ കാരണം വറ്റിപ്പോയി. അപ്പോൾ നമ്മൾ ഇനി വേണ്ടത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വയ്ക്കുക, അതൊന്ന് സെറ്റ് ആവും വരെ. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് മറ്റേ പെരിഞ്ജീരകം ഉണ്ടായിരുന്നില്ല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി. അതുകൊണ്ട് നമ്മൾ ചിക്കൻ മസാല ഇട്ട അതിന് പകരം. ആക്ച്വലി നമ്മൾ അടച്ചു വെക്കണതിന് മുന്നേ ഇടേണ്ടായിരുന്നു, പക്ഷെ നമ്മളത് കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒന്നും കൂടെ അടച്ചു വെച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇപ്പം തന്നെ നല്ലൊരു രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മളുടെ അപ്പൂപ്പൻ്റെ സഹായത്തിനാൽ നമുക്ക് നല്ലൊരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് സാധനം. അങ്ങനെ ഫൈനലി നമ്മുടെ സോയാബീൻ കറി റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് നേരെ നമ്മൾ സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ച പാത്രത്തിൽ തന്നെ നമുക്ക് തിരിച്ചിട്ട് വയ്ക്കാം നമ്മുടെ സോയാബീൻ. അങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് വേപ്പിലെടുത്തിട്ട് കണ്ട കേപ്പിക്ക് ലാവിഷ് ചിക്കൻ, സോയാബീൻ, മീനച്ചാറ് എല്ലാം ഉണ്ട്. അപ്പോൾ സിനിമ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയുണ്ട്, ഉപ്പൊക്കെ സെറ്റായിപ്പോൾ. ഉപ്പിടണ കാര്യം പറയാൻ മറന്നുപോയി. ഉപ്പൊക്കെ എല്ലാവരും ഇടണം കേട്ടോ. പിന്നെ എനിക്ക് പനീർ ബിരിയാണി ആയിരുന്നു. പനീറിന് ഭയങ്കര കട്ടിയായിരുന്നു, അതുകൊണ്ട് സോയാബീൻ ഉണ്ടാക്കി എന്തും കൊണ്ട് നന്നായി. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ.